കളമശ്ശേരി കാർബോറണ്ടം കമ്പനിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായതായാണ് വിവരം. 50ഓളം വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എബി തോമസ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. എബി, 50ഓളം വീടുകൾക്കാണ് ഈ ഒരു അപകടത്തിൽ നാശനഷ്ടമുണ്ടായത്. എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ? തുളസി, കഴിഞ്ഞ ദിവസമാണ് വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടി വലിയ സ്ഫോടനം ഉണ്ടായത്. അതിനുശേഷം ആ സമയം പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് എന്നാണ് ഇവർ നമുക്ക് നൽകുന്ന വിവരം. ആ സാഹചര്യത്തിൽ ആർക്കും തന്നെ അത്തരത്തിലൊരു ഭൂചലനമാണ് എന്നുള്ള ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണെന്നും അതിനുശേഷം തങ്ങളുടെ വീടുകൾക്ക് ഇത്തരത്തിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം ഇവർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഒന്ന് പറയാമോ? കഴിഞ്ഞ ദിവസം ഒരു 3:30 ഞങ്ങൾക്ക് പറ്റിയ സംഭവം എന്താന്ന് വെച്ചാൽ ഭയങ്കര ഇടി, മൊത്തം പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ പോലെ സഹിക്കാൻ പറ്റാത്ത പൊട്ടിത്തെറി ഉണ്ടായ. അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോണേ ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കണ്ട, ഞങ്ങൾക്ക് കള്ളന്മാരായിരിക്കുമോ, ഈ വാതിലൊക്കെ കിടന്ന് ഇടിക്കണ്. അപ്പൊ കള്ളന്മാരായിരിക്കും. കഴിഞ്ഞ ദിവസം കണ്ട് വാർത്തയിൽ. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ വിചാരിച്ചാൽ കള്ളന്മാരായിരിക്കും. എന്നാൽ ഇവരോടൊക്കെ വിളിച്ച് ചോദിക്കുക കള്ളന്മാരെ ശല്യം എന്ന് പറയാന്ന് വിചാരിച്ചപ്പോൾ ഇവർ മൊത്തം റോട്ടിലാണെന്ന് പറയും ഭയങ്കര. അപ്പൊ റോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇനി ഭൂകമ്പം എന്താണെന്നറിയില്ല. ഇനി മല ഇടിഞ്ഞ് അങ്ങോട്ട് എന്തോരം പിള്ളേര് പോണതാ, എന്തോരം വലിയവര് പോണതാ. ഈ കമ്പനിയിലെ വണ്ടി ഈ മാനത്ത് വിട്ടാറാവും, വണ്ടികൾ പോണതാ പോക്കാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളുടെ മക്കൾക്കാണെങ്കിൽ വയറുവേദന ഈ പൊടിപടലങ്ങളാണ് ഞങ്ങൾ എല്ലാം തിന്നണതാണ്. ഒരു വയ്യാത്ത ഒരാളുടെ അതിൻ്റെ മൊത്ത തുണി ഇട്ടിട്ടാണ് അത് എപ്പോഴും കിടക്കണേ ഇരിക്കണേ. എന്താന്ന് നമ്മൾ ചെയ്യണേ? റോട്ടിലോട്ട് ഇറങ്ങണോ അകത്ത് കയറണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേ സൈസ് ഇവരൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ആ കമ്പനിയുടെ വാതിക്കെ പോയിരിക്കും. 2000 5000 ആരെങ്കിലും കൊടുത്തിട്ടും ഇവർ അതിൽ നിന്ന് പൊടിയിട്ട് മാറാമെന്ന് വിചാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ വീട് മൊത്തം പൊളിഞ്ഞിരിക്കുകയാണ്, എല്ലാ വീടും. അപ്പം ഞങ്ങൾ ഈ സുഖമില്ലാത്തവരെ ഇവിടെ കൊണ്ടിരുത്തും. എന്ത് ചെയ്യും? എല്ലാവർക്കും നടക്കണ്ടേ, ഇതിൽ പോകണ്ടേ? ആരെങ്കിലും ഇതിൽ പോകും. ഞങ്ങൾ പോയാൽ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. ഇത് ഇടിഞ്ഞു വീഴോ. ഒരു പിള്ളേർക്ക് കളിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ വിളിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇടിഞ്ഞു വീഴുന്നപ്പോഴാണ് അവിടെ പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളതെന്ത് ചെയ്യും? ഇവരെന്തൊരു പരിഹാരം കാണാത്ത, എല്ലാവരും കൈക്കൂലി കൊടുത്ത് ആളെ വശത്താക്കി. ആരെങ്കിലും എല്ലാം ചെന്ന് എന്ത് ചോദിക്കാൻ ചെന്നാൽ അവർക്ക് കൈക്കൂലി കൊടുത്ത് കയ്യിലാക്കിയാണ്. കൊടുക്കരുത്. ഇത് കൈക്കൂലി ഒന്നും കൊടുക്കാണ്ട് ഇത് കമ്പനി നേരിട്ട് വന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണണം. ലോണൊക്കെ എടുത്ത് ഞങ്ങൾ വീട് കൊണ്ടേക്കുന്നതാണ്. ഞങ്ങളുടെ വീടിന്റെ മൂളുവശം മുഴുവനും പൊട്ടിച്ചിതറിയിരിക്കുകയാണ്. അപ്പുറത്തെ വാതില് ഇടിഞ്ഞിരിക്കണ്. ഈ താഴെ ഹോളിലെ വാതിലിന്റെ കുറ്റി അടക്കാൻ അത് പറ്റണില്ല. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഈ രാത്രി ഞങ്ങൾ ഈ സൗണ്ട് കേട്ട് ഓടി പുറത്തിറങ്ങിയോടുകൂടി എല്ലാവരും ഇറങ്ങി. എന്നിട്ട് കമ്പനിയുടെ അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ട്. അവരറിഞ്ഞിട്ട് പോലുമില്ല അന്ന് ഈ സംഭവം. അവരറിഞ്ഞിട്ടില്ല അന്ന് സംഭവം എന്താണെന്ന്. നേരം വെളുത്ത് എല്ലാവരുടെയും വീടുമേട്ട് നോക്കുമ്പോഴാണ് എല്ലാവരുടെയും വീട് വിള്ളല് വന്നപ്പോഴാണ് എല്ലാവരും അറിയണത് ഈ കമ്പനിയിലാന്ന്. പിന്നെ എല്ലാവരും കൂടി കമ്പനിയുടെ അങ്ങോട്ട് ചെന്നായിരുന്നു. അങ്ങനെ ഇത് ഇനി ഇങ്ങനെ മേലിൽ ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീടെല്ലാം തകർന്നു പോകും. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇനി വീട് വേണ്ട. ഇനി ഇതിനെന്തെങ്കിലും പരിഹാരം കമ്പനി കാണാണ്ട് ഒരു ഇത് നടക്കൂല. പിന്നെ പൊടി ഞങ്ങൾ ഒരുപാട് തിന്നണുണ്ട് ഇവിടെ കിടന്ന്. ഞങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങളാണ്, ശ്വാസം മുട്ടായിട്ടും പല അസുഖങ്ങളാണ് ഇവിടെ ഈ മിക്ക വീടുകളിലും. അപ്പൊ ഇതിനൊരു പരിഹാരം കാണാണ്ട് ഇനി ഈ കമ്പനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇവിടെ ജീവിക്കണ്ട. അല്ലെങ്കിൽ ഇത് കമ്പനി ഇതെല്ലാം കൂടി ഏറ്റെടുക്കാൻ പറയാം, ഞങ്ങൾക്കുള്ളത് തന്ന് ഞങ്ങൾ എങ്ങടിയിലും പൊക്കോളാം. അതേ ഇനി പറ്റുള്ളൂ. ഇനി ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട് ഒക്കെ തകർന്നു പോകല്ലേ. ഈ മേൽവശം മുഴുവൻ ഇടിഞ്ഞിരിക്കുകയാണ്. ഇത് ആരോട് പറയും? ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് 15 വർഷം മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പ്ലാനിലായിരുന്നു, പഴയ പ്ലാനിലായിരുന്നു. അന്നും ഈ പറഞ്ഞ മാതിരി എല്ലാ വീടുകൾക്കും ഒരുപാട് നാശനഷ്ടം സംഭവിച്ചു. പിന്നെ അത് എല്ലാം ഒരു പൊടിയിട്ട് മിനിക്കാട് പോയി, അത്ര തന്നെ. ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ വരേണ്ടതാണല്ലോ. എണ്ണം വന്ന് ഞങ്ങളോട് ചോദിക്കുക, അന്വേഷിക്കുക, ഒന്നും ചെയ്തിട്ട്. എത്ര കൗൺസിലർമാരുണ്ട്, എത്ര പേരുണ്ട്? ഒരെണ്ണം വന്നിട്ട് നോക്കുക, എന്താന്ന് നോക്കുക. ഒന്ന് ചെയ്തുകൂടെ? അവർക്ക് ചെയ്തുകൂടെ? ചെയ്താലെന്താ? ഞങ്ങളെങ്ങനെ പുറത്തോട്ട് ഇറങ്ങണം? ഞങ്ങൾ തന്നെ പേടിച്ച് തന്നെ അകത്തിരിക്കുക. പിന്നെ രാത്രി ഇന്നലെ ഞങ്ങളെ കിടന്നിട്ടില്ല. ഇനി ഇങ്ങനെ സംഭവം ഉണ്ടാവുമോ എന്നൊരു പേടി. ഇനി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ
ഞങ്ങൾ കമ്പനിയുടെ വാതിക്കേട്ട് വരാം. എല്ലാവരും കൂടി പെണ്ണുങ്ങളെ ഇറങ്ങണത് ആണുങ്ങളെ ഞങ്ങൾ ഇറക്കണില്ല ഇനി. കാരണം ആണുങ്ങളെ ഇറങ്ങിയ അതിനൊരു പരിഹാരം ഇവിടെ കാണണില്ല. ഇനി ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും കൂടി വന്ന് ഞങ്ങൾ കമ്പനിയുടെ വാതിക്ക് എന്താന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് ശ്വാസം മുട്ടിയിട്ട് ഇവിടെ കിടക്കാൻ പറ്റാനുള്ള ഈ മാതിരി പൊടിയാണ് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ മക്കൾക്ക് വയറുവേദനയാണ്, ഛർദിയും വയറുവേദനയാണ്. ഈ പൊടിപടലങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത്. മറ്റു കുറെ മരം നിറച്ചുണ്ടാവുമ്പോ കുറെയൊക്കെ അതുമ്മ പിടിക്കും. ഇപ്പൊ അതെല്ലൊക്കെ വെട്ടി നിരത്തി എല്ലാം ചെയ്ത് കുഞ്ഞുമക്കൾക്ക് എന്നും വയറുവേദന. ഒരു സാധനം വായിലേക്ക് വെക്കും, ദേ വയറുവേദന, ഛർദി. എന്താ ഞങ്ങൾ ചെയ്യണ്ട? ആരെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ ഞങ്ങൾക്ക്? 4 മണിക്ക് വെളുപ്പിന് 4 മണിക്ക് എണീറ്റാലുണ്ടല്ല നിറച്ച് പൊടിയാവുള്ളൂ. പൊടിയും പുകയൊക്കെ ആയിരിക്കും ഇവിടെ. ഈ പ്രദേശം മുഴുവനും അതങ്ങനെ എല്ലാ ദിവസവും ഉണ്ട്. ഈ പൊടിയുടെ പ്രശ്നം, പുകയുടെ പ്രശ്നമൊക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഇവരിത് വിടണ. രാവിലെ നോക്കുമ്പോ എല്ലാത്തിനും തുമ്മലും ജലദോഷവും വയറുവേദനയൊക്കെ. അപ്പൊ ഇവരാളെ സമയത്ത് കമ്പനി പ്രവർത്തിക്കത്തില്ല. പകല് പൊടി വിടൂല, 24 മണിക്കൂറുണ്ട്. എപ്പോഴും ഉണ്ട്. പക്ഷെ ഈ പൊടിപടലങ്ങൾ വിടണ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അറിയണില്ലല്ലോ. ഞങ്ങൾ ഓർക്കും മഞ്ഞാണെന്ന്. നല്ല ഞങ്ങൾ പാർട്ടിക്കാരോടൊന്നും പറയൂല. പാർട്ടിയല്ല, ഇനി കമ്പനി നേരിട്ടേ പറയുന്നുള്ളൂ. പാർട്ടിക്കാരോട് പറഞ്ഞിട്ടൊന്നും വലിയ നടപടികളില്ല. പിന്നെ കമ്പനി നേരിട്ട് എന്താന്ന് വെച്ചാൽ കമ്പനിയോട് പറയാം, ഇത്രേ ഉള്ളൂ. ഇത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി 41ാം വാർഡാണ്. ഈ വാർഡിലെ കൗൺസിലർ ഇതേവരെ ഞങ്ങൾ കടന്നു പോയിട്ടില്ല. 3 വാർഡുകളായിട്ടാണ് കിടക്കുന്നത്. അതെ അതെ. ഇത് 41, അപ്പുറത്ത് 38, അതിനപ്പുറം 40. അങ്ങനെയാണ് കിടക്കണത്. ഇവരാരും തന്നെ വന്നിട്ടില്ല. ഈ അപ്പുറത്തെ വാർഡുകാരിലെ എല്ലാവരോടും ചെന്നിട്ടുണ്ട. ഈ വാർഡിലെ ശരിയും പതുവരെ ഇങ്ങനെ കടന്നു നോക്കിയിട്ടില്ല. ഇനി എന്ത് ഈ പ്രതിഷേധ പരിപാടികളായിട്ട് ഇപ്പൊ പരാതി കൊടുക്കണല്ലോ. ഇനിയിപ്പം പോലീസിൽ പരാതി കൊടുക്കാനുള്ള നടപടി എങ്ങനെയാണ്? അപ്പൊ ഞങ്ങിപ്പോ പരാതി ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇപ്പൊ കമ്പനിക്കാർ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ മെമ്പർ വന്നിട്ടുണ്ട്, അവരായിട്ട് എഞ്ചിനീയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഞങ്ങൾ പോലീസിന് ഇത് പരാതി കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ രാജീവ് ഇവിടുത്തെ മന്ത്രിയാണല്ലോ, പുള്ളി വരെ ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. അതേപോലെ ഇവര് ചെയ്യാൻ വേണ്ട മതിൽ ഇവിടുത്തെ സ്ഥലം കൂടി അവർക്ക് അങ്ങാട് കിട്ടണം. അതിന് വേണ്ടി റോഡ് ഇവിടെ നിന്ന് മുതൽ കെട്ടി നന്നാക്കി ഇടിച്ചിട്ട് ശരിയാക്കാൻ നിന്ന് ഇവിടെ ഉള്ളവർ സമ്മതിച്ചില്ല. പിന്നെ ഇവിടുന്ന് ഈ ആ മതിൽ ചെത്തി കളഞ്ഞിട്ട് പണ്ട് ആൾക്കാർ ചെളി വെച്ച് മെഴുകൂല എന്ന പോലെ സിമെന്റ് വെച്ച് മെഴുകി തീർത്ത് അറ്റം വരെയും പോകാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. അതിടിഞ്ഞ് പിള്ളേരുടെ മേത്തുനിന്ന് എന്ത് ചെയ്യും? ഇവരറിയൂലല്ലോ. അതേപോലെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് അത് ഇടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് ആ മതിൽ ഭാഗത്തിന് എട്ടിക്കൂടെ? ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ടാണോ ചെയ്യണ? അല്ലെങ്കിൽ വണ്ടിയുടെ മീതെ ഈ മണ്ണുകൾ ഇടിഞ്ഞ് വീണിട്ടാണോ ചെയ്യണ? ഈ കുഞ്ഞുങ്ങളുടെ മേത്ത് അല്ല, കുഞ്ഞുങ്ങൾ മരിച്ച ആള് മരിച്ചാൽ അവർക്കെന്താല്ലേ? അവർക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്കല്ലേ പോകുള്ളൂ. നമ്മൾ പിന്നെ എന്തു പറയാന്? ഞങ്ങൾ ചെല്ലും. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ഇവിടെ ഉള്ള മൊത്തം ആൾക്കാർ പോകും. ഇപ്പൊ ആ പെണ്ണൊക്കെ കണ്ടില്ലേ അവിടെ സുഖമില്ലാതെ ഒരു ദിവസം തളർന്നു പോയി, എർത്തടിച്ച് എല്ലാം ചെയ്തില്ലേ എന്ന പോലെ ആണ്. ഒരു വയ്യാത്തൊരു മനുഷ്യനെ എടുത്ത് എങ്ങടെ കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ അതിന് സ്ട്രോക്ക് വന്ന്, ക്യാൻസർ വന്ന്, അതിൽ നിന്ന് ഇത് ഈ ഇടി വെട്ടിനോടുകൂടി എന്നോട് എങ്ങോടെ കൊണ്ടാണ്, ഞാൻ എങ്ങോടെ കൊണ്ടാണ്, എൻ്റെ മോനും ഞാനും കൂടി എങ്ങോട്ട് വലിച്ചേക്കൊണ്ടു റോട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? റോട്ടിലേക്ക് കൊണ്ടുവന്ന് ഇടിഞ്ഞു വീഴുന്നാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ല ഇങ്ങനെയാണ് സംഭവം എന്ന് അറിഞ്ഞൂടല്ല. എന്ന് ഒരെണ്ണത്തിന് വന്ന് നോക്കി അന്വേഷിക്കുകയൊന്നും ചെയ്തൂടെ? ആളില്ലേ ഇവിടെ? ഞങ്ങൾ തന്നെ ഇറങ്ങണോ? ഇവിടെ ആളില്ലേ? ഇതിന് പരിഹാരം കണ്ടിരിക്കണം ഉറപ്പായിട്ടും. എന്തിനേയും വിഷം തിന്ന് ഞങ്ങൾ മരിക്കണം, അല്ലെങ്കിൽ തന്നെ വിഷമാണ് തിന്നണം. വിഷം അതും കൂടി തിന്ന് ഇത് ഓർക്കുമ്പോൾ നല്ല സങ്കടം. 2 കുഞ്ഞുമക്കൾ അവിടെ ഉള്ളതിന്. അപ്പം എന്ന പോലെയാണ് മൊത്തം ചെറിയ മക്കളുകളാണ് ഇവിടെ ഉള്ളത്. അവരൊന്ന് നമുക്ക് ഭാഗത്തിന് കൊണ്ടുവരണ്ടേ? നമ്മളെ പോയി നമ്മുടെ മക്കളെങ്കിലും ഭാഗത്തിനൊന്ന് ജീവിച്ചു പോകണ്ടേ? അത് നമുക്കൊരാഗ്രഹമില്ലേ? അപ്പം അതിനും അവർ സമ്മതിക്കൂല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ തോന്നിവാസം ചെയ്യട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ പോകും, ഉറപ്പായിട്ടും പോകും. തീർച്ചയായും തുളസി, ഇത്തരത്തിലൊരു വലിയൊരു ആശങ്ക തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായി, അത് ഏതാണ്ട് ഒരു 48 മണിക്കൂറായി. ആ ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ ഇത്രയും സമയം കഴിഞ്ഞിട്ട് പോലും ഒരു തരത്തിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഈ മതിൽ, ഈ മതിലിന്റെ കാര്യമാണ് അവർ പറഞ്ഞത്. ഈ സ്ഫോടനത്തിൽ തന്നെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ വിദേശയുടെ മേളിലോട്ട് വരാം. അവിടെ ഈ ഭാഗത്തെല്ലാം തന്നെ ഇത്തരത്തിൽ മതിലെല്ലാം തന്നെ പൊളിഞ്ഞിരിക്കുന്നത്, അതിന്റെ ആ വിള്ളൽ ഉൾപ്പെടെയുണ്ട്. ഒപ്പം തന്നെ ഇത് കെട്ടിയിരിക്കുന്നതിലാണെങ്കിലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന സ്ഥലം, അതിന് ഏതാണ്ട് ഒരു സുരക്ഷാ വേലി എന്ന നിലയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് ഈ വള്ളി ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. അത് എന്തായാലും ഈ നിലയ്ക്ക് ഉള്ള ഒരു സമീപനമാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇവിടങ്ങളിലുള്ള നിരവധിയായിട്ടുള്ള വീട്, 50 വീടുകളൊന്നും നമ്മൾ ഒരു കണക്കിന് പറയുമെങ്കിൽ പോലും 50 വീടുകളല്ല, അതിനപ്പുറം നിരവധിയായിട്ടുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് പോലെ തന്നെ
ഒരുപാട് അസുഖബാധിതരായിട്ടുള്ള ആളുകൾ കൂടി ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ ജീവിതത്തെ ഏറ്റവും വീണ്ടും വീണ്ടും ദുസ്സഹമാക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തഭാഗത്തേക്കുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുക ശരിക്കും എന്നുള്ളത് ഈ തന്നെയാണ് സമീപവാസികളെ ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊട്ടിത്തെറി വീടുകളിൽ വിള്ളലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്ന എന്ത് തരം പ്രവർത്തനങ്ങളാണ് ഈ കമ്പനിയിൽ നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, അധികൃതർ എന്തുകൊണ്ട് ഇതിനെതിരെ കണ്ണടയ്ക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഇത് തന്നെയാണ് ഇവരും ചോദിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി, വാർഡ് കൗൺസിലർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത്. ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. കമ്പനിയുടെ അധികൃതർ വന്നിട്ടില്ല. അവർ എന്തായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും, ആശങ്കയുണ്ടാകും, പേടിയുണ്ടാകും. പക്ഷേ ഈ ആളുകൾ ജയിപ്പിച്ചു വിട്ട കൗൺസിലർ ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒപ്പം തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പ്രദേശത്ത് ുള്ള ആളുകൾ തന്നെയാണ്. അവരൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണ് തങ്ങൾ എന്നാണ് ഇവർ ആണയിട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇവരെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവർ പരാതി പോലീസിൽ രേഖപ്പെടുത്തും, പോലീസിൽ നൽകും. എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇനിയിപ്പോൾ എത്രമാത്രം ഗുണകരമാകും എന്നതിനെ കുറിച്ച് അത് നടന്നതിന് ശേഷം മാത്രം നമുക്ക് പറയാം. എന്തായാലും ഇത്തരത്തിൽ പൊടി, പുക, ഈ വിഷ മാലിന്യങ്ങളെല്ലാം തന്നെ ശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം അത് ഏറ്റവും ദുസ്സഹമാകുന്ന സാഹചര്യം തന്നെയാണ്. അതിന് ഇത് തുടർന്നുകൊണ്ട് പോകാൻ കഴിയില്ല. ഒപ്പം തന്നെ ജീവനും സ്വത്തിനും കൃത്യമായ രീതിയിലുള്ള സുരക്ഷിതത്വം ഇവർക്ക് ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതിഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനം തന്നെയായിരുന്നു. പുലർച്ചെയാണ്, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ആർക്കും തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് അവർ അതിനുശേഷം ഭൂചലനമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴും ഈ സംഭവമാണ്, പൊട്ടിത്തെറിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. കമ്പനി ചെന്ന് ചോദിച്ചപ്പോഴും അവരും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു പറഞ്ഞിട്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഉണ്ടായി, ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോകാനുള്ള തീരുമാനമാണ്. സമീപവാസികളുടെ, ജനങ്ങളുടെ തന്നെ ജീവനും സ്വത്തിനും അപകടകരമായി തീരുന്ന ഇത്തരം കമ്പനികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയുണ്ട്. അധികൃതർ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല, അല്ലെങ്കിൽ കൗൺസിലർ എന്തുകൊണ്ട് ഈ സമയം വരെ 48 മണിക്കൂറായിരിക്കുന്ന ഈ സമയം വരെ എന്തുകൊണ്ട് അവിടെ എത്തിയില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. വരും മണിക്കൂറിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നമുക്ക് തേടേണ്ടതുണ്ട്. എബിയിലേക്ക് തിരിച്ചെത്താം.